നെടുമ്പറമ്പ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ ആന്റണി എംപിക്കെതിരെ ഇഡി അന്വേഷണം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും. സ്ഥാപന ഉടമ എൻ.എം. രാജു ആന്റണിക്ക് 2 കോടി കൈമാറിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കട്ടെ എന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം. നെടുമ്പറമ്പ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2024 ഇഡി ECIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം സ്ഥാപന ഉടമ എൻ.എം. രാജുവിന്റെ വീട്ടിലും സ്ഥാപനത്തിലുമായി നടത്തിയ റെയ്ഡിന് പിന്നാലെ ഉടമകളുടെ പേരിലുള്ള 44.5 കോടിയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ.എം. രാജു 2 കോടി ആന്റണിക്ക് കൈമാറിയിട്ടുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമായിട്ടാണ് ഇഡി ഇതിനെ കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി എംപിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ തീരുമാനം. എൻ.എം. രാജുവിന്റെ മൊഴിയെടുത്ത ശേഷമാകും നോട്ടീസ് നൽകുക. അതിനിടെ എംപിയുടെ ബംഗളൂരുവിലെ ഭൂമി ഇടപാട് അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആവശ്യപ്പെട്ടു. നിരവധി പ്രാവശ്യം ഭാര്യയും മകളും ചെന്നപ്പം പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, അത് വസ്തു സംബന്ധമായിട്ട് എന്തോ പൈസ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരുമായിട്ടുള്ള എന്താണ് ബന്ധം SIT അന്വേഷിക്കുന്നത്. ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കട്ടെ എന്നായിരുന്നു ആന്റണിയുടെ പ്രതികരണം. ഒരു മറുപടിയില്ല. റിപ്പോർട്ടർ, കൊച്ചി.